CBI കൂട്ടിലടച്ച തത്തയാണെന്ന പണ്ടെങ്ങോ സുപ്രീം കോടതി പറഞ്ഞ ഒരു പരാമർശത്തെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ CPM നേതാക്കൾ. കാരണം അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് CBI എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഗംഭീര സാധനമൊന്നുമല്ല. CBI എന്ന് പറയുന്നത് വെറും അങ്ങനത്തെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി CBI അന്വേഷണം വേണമെന്ന് പറയുന്നതിന് വലിയ കെങ്കേമത്തിലൊന്നുമില്ല. അവരെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അവരെന്ത് തീരുമാനം, ഇവിടെ പോലീസ് എടുക്കുന്ന അന്വേഷണത്തിനേക്കാൾ അപ്പുറം എന്താണ് അവന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെയാണ് ഈ ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും CBI ഒരു കൂട്ടിലടച്ച തത്തയാണെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ സഖാവിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ വിജിലൻസും നമ്മുടെ കേരളത്തിലെ വിജിലൻസും കേരളത്തിലെ ക്രൈംബ്രാഞ്ചും കൂട്ടിലടച്ച തത്തയാണോ അതോ ജയിലിലടച്ച തത്തയാണോ? മറ്റേ കൂട്ടിലടച്ച തത്തയ്ക്ക് അല്പസ്വല്പമൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇടയ്ക്കൊന്ന് തുറന്നു വിടും, ഒന്ന് പറക്കാൻ പറഞ്ഞു വിടും. പക്ഷെ ജയിലിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് തുറന്നു വിടുകയോ പറന്നിട്ട് തിരിച്ച് കൂട്ടിൽ വന്ന് കയറാനോ അനുവദിക്കില്ല. കൂട്ടിലടച്ച തത്തയ്ക്ക് ഇടയ്ക്കൊക്കെ പറന്നു പോകാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. കാരണം ക്രൈംബ്രാഞ്ചിന്റെ പോലീസ് അന്വേഷണം ശരിയല്ല എന്ന് ഈ അടുത്ത കാലത്ത്, ഈ 2 ആഴ്ചക്കകത്ത് 2 തവണയാണ് ഹൈക്കോടതി പറഞ്ഞത്. ഒന്ന്, സജി ചെറിയാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം, പോലീസ് നടത്തിയ അന്വേഷണം വിശ്വാസപരമല്ല, ഇത് ഗവൺമെന്റിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ കോടതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, പകരം ഈ റിപ്പോർട്ട് ഞങ്ങൾ മാറ്റിവെക്കുന്നു, പുതിയ അന്വേഷണം നടത്തി, വീണ്ടും അന്വേഷണം നടത്തി, ഒരു പുനരന്വേഷണം നടത്തി പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കണം, മാത്രമല്ല അതിന്റെ വിശദവിവരങ്ങളും ഉടൻ തന്നെ അടുത്ത കോടതി ചേരുമ്പോൾ കൊടുക്കണം എന്നും കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു. എത്രയും വേഗം ഒരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് തുടരന്വേഷണം നടത്തണം, അത് ക്രൈംബ്രാഞ്ച് തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്നും പറഞ്ഞു. അപ്പോൾ ക്രൈംബ്രാഞ്ച് സംസ്ഥാന സർക്കാരിന്റെ ജയിലിലടച്ച തത്തയാണെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് ആ സർക്കാരിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ഹൈക്കോടതി പരാമർശം നടത്തിയത്. 2, കുറച്ചും കൂടെ പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഗൺമാൻ തല്ലുന്നത് ഒരു തെളിവുമില്ല, അങ്ങനെ തല്ലിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, അങ്ങനെ ഗൺമാൻ ഇറങ്ങി വന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുന്നത് ഞങ്ങൾ പോലീസുകാർ എത്ര അന്വേഷിച്ചിട്ടും അതിന്റെ വിവരങ്ങളൊന്നും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അതും കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു. എന്നിട്ട് പുനരന്വേഷണം നടത്താനും വീണ്ടും അത് അന്വേഷിക്കാനും കോടതി പറഞ്ഞു. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിന്റെ ആ പോലീസിനെ ഈ ജയിലിലടച്ച തത്തയാണോ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ? അപ്പോൾ പണ്ടെന്നോ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി CBI ഒരു കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞപ്പോൾ അത് കോൺഗ്രസിന്റെ ഭരണകാലത്തും CBI അത്തരത്തിലായിരുന്നു, ഇപ്പോ മോദിയുടെ ഭരണകാലത്തും അത്തരത്തിലാണെന്നുള്ള ഒരു ധ്വനിയാണുള്ളത്. പക്ഷേ ഇവിടുത്തെ വിജിലൻസ് സംഘവും കേരള വിജിലൻസും കേരള ക്രൈംബ്രാഞ്ചും ഇങ്ങനെ ജയിലിലടച്ച തത്തയാകുന്നത് ഈ കഴിഞ്ഞ 5-8 വർഷം കൊണ്ട് മാത്രമാണ്. അതുവരെ അവർക്ക് അത്ര വലിയ അസ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തിൽ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു. പോലീസിന്റെ അന്വേഷണം പോലും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു. വിജിലൻസ് വളരെ ഏകദേശമെങ്കിലും ഒരു 80% നിഷ്പക്ഷമായാണ് കേരളത്തിലെ വിജിലൻസ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് പൂർണ്ണമായിട്ടും വിജിലൻസ് ഗവൺമെന്റിന്റെ അടിമയാണ്, ഈ ക്രൈംബ്രാഞ്ചും അടിമയാണ്, പോലീസും ഗവൺമെന്റിന്റെ അടിമയാണ്, CPM എന്ന പാർട്ടിയുടെ പാവകളാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഭരണം നടത്തുമ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ആ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വിധേയമായി നിൽക്കേണ്ട അവസ്ഥയാണ് പോലീസുകാർക്കുള്ളതെന്ന് പലപ്പോഴും പല വിവരങ്ങൾ വെച്ചും പുറത്തു വന്നു. അപ്പോൾ കേരളത്തിലെ പോലീസും കേരളത്തിലെ ക്രൈംബ്രാഞ്ചും കേരളത്തിലെ വിജിലൻസും ഈ പാർട്ടിയുടെയും ഈ ഗവൺമെന്റിന്റെയും കൂട്ടിലെ അടച്ച തത്തയാണോ എന്ന് കൂടി ഗോവിന്ദൻ പറയേണ്ടതാണ്.